ഹലോ, ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു കൊടുത്ത സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു കൊടുത്ത ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ സവാള ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മളെ വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാലാണ് വേണ്ടത്. അത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ വെജിറ്റബിൾസ് ഈ 2ാം പാലിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പ്, കുരുമുളകൊക്കെ ഈ സമയത്ത് നോക്കി ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ സ്റ്റൂ റെഡിയായി. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.